എൻ്റെ വിഷനാണ്, മൈ വിഷൻ ഫോർ ദി വിഷണറീസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻറ്റൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് മീനിങ് ചേഞ്ചസ് ദി ലൈഫ്സ് ഫോർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ശ്രേയം ഒരു വിഷണറിയാണ്. ശ്രേയൻ്റെ ആ ഒരു എലഗൻസ്, അതിൻ്റെ ആ ഒരു അപ്പിയറൻസ്, ഇതൊക്കെ ഞങ്ങളുടെ ഡിസൈൻ ലാംഗ്വേജുമായിട്ട് വളരെ കണക്റ്റായിട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടാവില്ല എന്നൊരു തോന്നലല്ല, അത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇനിയില്ല, ഞങ്ങൾക്കും അത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കോഴിക്കോടില്ല, ഇത്ര വ്യൂ ഉള്ള അങ്ങനെ ഒരു ലാൻഡ് ഇല്ല. അപ്പോൾ ലൊക്കേഷനാണല്ലോ ഒരു യുണീക്നെസ്. അപ്പോൾ മറ്റൊക്കെ നമുക്ക് ക്യാൻ ബി ക്രിയേറ്റഡ്. ഞങ്ങൾ പറയുന്നത് ബിൽഡ് ടുഗെദർ, ഗോ ടുഗെദർ, ഗ്രോ ടുഗെദർ, ഗ്ലോ ടുഗെദർ. ലൈഫിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ചിന്തിക്കാനും വളരാനും ആകാശത്തോളം തന്നെ വലിയ സ്പേസ് വേണം. അങ്ങനെയുള്ള പക്ക വിഷണറി മൈൻഡുള്ളവർക്കായി കോഴിക്കോട് കാശ്മീർ കുന്നിൻ്റെ മുകളിൽ അണിയിച്ചൊരുക്കുന്ന വിസ്മയമാണ് ദ സ്കൈ. ഒരു ലക്ഷറി വില്ല പ്രൊജക്റ്റ് എന്നതിനപ്പുറം വലിയ ലക്ഷ്യങ്ങളുമായാണ് ക്രൈറ്റർ ഗ്രൂപ്പ് ഈ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. സ്കൈയുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ഉള്ളത് ക്രൈറ്റർ ഗ്രൂപ്പിൻ്റെ അമരക്കാരൻ ഇഫ്ലു റഹ്മാനാണ്. നമസ്കാരം. താങ്ക് യു റസിയ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് രംഗത്തൊരു സംസാര വിഷയം തന്നെയാണ് സ്കൈ. എന്താണ് ഈ ഒരു ആശയത്തിന് പിന്നിൽ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? സ്കൈ എന്ന് പറയുന്നത് ഒരു ക്രിയേഷനാണ്, ഒരു ഇമോഷനാണ് ഫ്രം ദ ഹൗസ് ഓഫ് ക്രൈറ്റർ ഗ്രൂപ്പ്. ഇതൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ്. ഇവിടെ 62 പ്രൈവറ്റ് റെസിഡൻസസ് ആണ് ഇവിടെ വരുന്നത്. ഇത് കോഴിക്കോട് തന്നെയാണ്, കോഴിക്കോട് കശ്മീർ കുന്ന് എന്ന് പറയും. ഒരുപാട് റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരു പ്രീമിയം പദ്ധതി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് എന്താണ് ഓഫർ ചെയ്യുന്നത്? ഇതൊരു സ്പെസിഫിക് കോഹോട്ടിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ഒരു സ്പെസിഫിക് കോഹോട്ട് എന്ന് പറയുമ്പം ഒരു വിഷണറീസ്, ഉയരത്തിൽ ചിന്തിക്കുകയും അതേപോലെ വലിയ രീതിയിൽ സ്വപ്നം കാണുകയും അത് നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും അത് സൊസൈറ്റിക്ക് ഒരു വലിയൊരു അനുഭവമായി മാറുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു വിശാലമായി ചിന്തിക്കുന്ന കുറച്ച് ആളുകളുടെ കമ്മ്യൂണിറ്റിയാണ് ദ സ്കൈ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ചിന്തിക്കുന്നതും അത്ര ആളുകൾക്ക് വേണ്ടതും വിശാലമായ ഒരു സ്ഥലമാണ്, ഒരിടമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലമായിട്ട് മാറിപ്പെടുകയാണ് ഈ ഒരു സ്കൈയിലൂടെ. എന്തൊക്കെയാണ് നമ്മൾ അവിടെ മറ്റ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സിലൊന്നും കാണാത്ത എന്തൊക്കെ സവിശേഷതകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇതെന്തിനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉത്തരം ആദ്യം കിട്ടിയതുകൊണ്ട് തന്നെ ഇതൊരു വിഷണറീസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ആ വിഷണറി എന്തൊക്കെ ചിന്തിക്കുന്നു, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൂടെയാണ് എല്ലാ ജേണിയും പോയിട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ ആർക്കിടെക്ചറായാലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും അതിൻ്റെ എല്ലാ സ്പെക്കാണെങ്കിലും ഒക്കെ തന്നെയും ഇവരെ മാത്രം മനസ്സ് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത അതിനുണ്ടാവും. കാശ്മീർ കുന്നിൻ്റെ ഒരു മനോഹാരിതയാണ് നമ്മളിതിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ എങ്ങനെയാണ്? ആ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നത്? അതോ ഈ കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ എന്താ തോന്നുക? എന്തായിരിക്കും തോന്നുക? പെട്ടെന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാവില്ലേ കശ്മീർ എന്നൊക്കെ കേൾക്കുമ്പോൾ? അപ്പോൾ കാലിക്കറ്റിൽ, അതായത് കേരളത്തിലൊരു കശ്മീരുണ്ടോ എന്ന് ചോദിക്കും ആളുകൾ. അപ്പോൾ കോഴിക്കോട് ഒരു കശ്മീർ കുന്നുണ്ട്, അത് കേരളത്തിലൊരു കശ്മീർ കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അവിടെ വന്ന് പോയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ കശ്മീർ കുന്ന് കാണാൻ വേണ്ടി പല സമയങ്ങളിലും പല ദിവസങ്ങളിലും അവിടെ വന്നുകൊണ്ടിരുന്നത്. അതാണ് ആ കുന്നിൻ്റെ പ്രത്യേകത. ഇതൊരു കുന്ന് എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ആക്ച്വലി ദിസ് ഇസ് നോട്ട് എ ഹിൽ. ഇതൊരു എലിവേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ ഉള്ള വളരെ യുണീക്കായിട്ടുള്ള ഒരു ലാൻഡാണ്. എന്തുകൊണ്ട് ആളുകൾ കശ്മീർ കുന്ന് എന്ന് പറയുന്നു? കശ്മീരിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ, അതായത് ഒരു നാച്ചുറലായിട്ടുള്ള കൂൾ, ആ ബ്രീസി, അതേപോലെ ഒരു പീസ് ഓഫ് സറൗണ്ടിങ്സ്, ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ബീച്ച് കാണാം, സിറ്റീൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ പല വാലി വ്യൂ ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു നമുക്ക്
ഒരു ഫീല് കിട്ടുന്ന, കശ്മീരിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞത്. അല്ലെങ്കിൽ അതാണ് പണ്ട് മുതലേ ആളുകൾ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നത്. അതാണ് ഞങ്ങൾ ദ സ്കൈ ആയിട്ട് മാറ്റിയെടുക്കാൻ പോകുന്നത്. ക്രൈറ്റർ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണിത്. അപ്പോൾ അത് ഇവിടെ ആകണം എന്ന് തീരുമാനിക്കാനായിട്ട് മീൻസ് ആ സ്ഥലം നമ്മൾ എങ്ങനെയാണ് അക്യൂർ ചെയ്തത്? അത് ഒരു പ്രോജക്റ്റും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പോയിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റും ഞങ്ങൾക്കില്ല. പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് വന്ന് ചേരുക ചെയ്യാം. കാരണം ഒരു കശ്മീർ കുന്നും അങ്ങനെ തന്നെ വന്നതാണ്. കശ്മീർ കുന്ന് കാണാൻ ഞാനും എൻ്റെ കൊളീഗ്സും കൂടെ പോയ സമയത്ത് അത് വാങ്ങിയാലോ എന്ന് തോന്നി. വാങ്ങാൻ തോന്നും ആർക്കും, അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ഞങ്ങൾ വാങ്ങിച്ചാലോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ സ്കൈ എന്ന് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ പ്രോസസ്സായിരുന്നു. അത് വാങ്ങിച്ചു, അതിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു, ആർക്ക് വേണ്ടി ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ദ സ്കൈ എന്ന ഈ ഒരു പ്രോജക്റ്റ് കാലിക്കറ്റിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. ഏതാണ്ട് 1.5 വർഷത്തോളം ഞങ്ങളതിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഹോൾ ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൈറ്റർ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാമെന്നോ? കാരണം റിയൽ എസ്റ്റേറ്റിലും റീറ്റെയിലും ഒക്കെ സാന്നിധ്യമുണ്ട്. തുടക്കം എങ്ങനെയായിരുന്നു? ഫ്ലുവൻ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? 2019 വളരെ ഹമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്ത, എന്നാൽ ഒരു വലിയൊരു വിഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ക്രൈറ്റർ ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇത് സ്റ്റാർട്ട് ചെയ്തത് റീറ്റെയിൽ ഡിവിഷനിലൂടെയാണ്. ഞങ്ങളെ ഫാമിലി ബിസിനസ് തന്നെയായിരുന്നു റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ്സ്. അതിനെ വേറൊരു തലത്തിൽ നമ്മുടെ ചെറിയ ചെറിയ ടൗണുകളിൽ ഒരു പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്സിലൊക്കെ കാണുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളും എക്സ്പീരിയൻസുകളൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു പേർപ്പസായിരുന്നു അത് ഞങ്ങൾ തുടങ്ങാനുള്ള കാരണം. അതിലൂടെ തുടങ്ങി ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നു ചേരുകയായിരുന്നു. കാരണം ഞങ്ങളുടെ എല്ലാ മാർക്കറ്റിലും അല്ല എല്ലാ റീറ്റെയിൽ സെക്ടർ വെഞ്ചേഴ്സിലൊക്കെ തന്നെയും ഞങ്ങളായിട്ട് തന്നെയാണ് കൺസ്ട്രക്ഷനും ഞങ്ങൾ തന്നെയാണ് ബിൽഡിങ്സുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ അതിലൂടെ ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഞങ്ങൾ വരികയാണ് ഉണ്ടായത്. ഈ സ്കൈയിലേക്ക് വരുവാണെങ്കിലേ ഇങ്ങനൊരു പ്രോജക്റ്റ് വിഭാവനം ചെയ്തത് എങ്ങനെയാണ്? മീൻസ് നമ്മുടെ ഇതിൻ്റെ പിന്നിലത്തെ ടീം ആരൊക്കെയായിരുന്നു? അല്ല, ഞങ്ങൾക്ക് അന്നുള്ള ടീം തന്നെ അന്നുള്ളത്. ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ ഡയറക്ടേഴ്സും പിന്നെ ഞങ്ങളുടെ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങൾ ഏതാണ്ട് ഒരു 35 മെമ്പേഴ്സ് ഇതിൻ്റെ ക്രൈറ്റർ ഗ്രൂപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ഏതാണ്ട് 200 പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലെത്ര പ്രൊജക്ട്സാണ്, എത്ര വില്ലാസാണ് ഉള്ളത്? അതിൻ്റെ ഒരു നമ്പേഴ്സും കാര്യങ്ങളും പറയാൻ പറ്റുമോ? ഇത് 62 പ്രൈവറ്റ് റെസിഡൻസ് ആണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇപ്പം എപ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ? ഞങ്ങൾ 2030 കൂടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനുള്ളത്. അതിനു മുമ്പ് ഞങ്ങളിപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ഏപ്രിലാണ്. 2 മാസമായി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട്. ഇതിനോടകം തന്നെ നല്ല റെസ്പോൺസാണ്. പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. നോട്ട് ഓൺലി ഫ്രം കാലിക്കറ്റ്, കൊച്ചിയിൽ നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്, ബാംഗ്ലൂരിൽ നിന്നുണ്ട്. പല ആളുകളും കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു പ്ലാനുണ്ട്. വൺ ഓഫ് ദ റീസൺ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള. അപ്പം സാധാരണ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൻ്റെ വീഡിയോ മാതിരിയല്ല, ഒരു മ്യൂസിക്കൽ ജേർണി പോലെയാണ് അതെടുത്തിരിക്കുന്നത്. എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം? ഇത് ഞങ്ങളുടെ ഒരു ക്രിയേഷനാണ്. ഞങ്ങളുടെ ഒരു ആശയം. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മ്യൂസിക്കൽ ജേർണി ഇതിനുണ്ട്. മ്യൂസിക് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതിൽ കൂടെ അത് കാണിക്കുക. കാരണം പല പ്രോജക്റ്റുകളും നമ്മൾ കാണുമ്പോൾ നമുക്ക് ബിൽഡിങ്സുകളും അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നമ്മൾ കാണുന്നു. അത് ഭയങ്കര ഒരു ടെക്നിക്കലാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാങ്ങിക്കണം എന്ന് തോന്നണമെങ്കിൽ അത് ഇമോഷണലി ഞങ്ങൾക്ക് അത് കണക്റ്റ് ആവേണ്ടതായിട്ടുണ്ട് അല്ലേ? വീടൊക്കെ അല്ലേ? അപ്പോൾ വീട് എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്രീമാണ്. അപ്പോൾ അത് കണക്റ്റ് ചെയ്യപ്പെടുക, അതിൻ്റെ ഒരു പേർപ്പസ്, അതിൻ്റെ ഒരു ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ മാത്രമാണ് അതിൻ്റെ സ്റ്റോറി. അതിൻ്റെ തുടക്കം മുതൽ എൻഡിങ് വരെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന മാതിരിയുള്ളൊരു എല്ലാം ഉണ്ട്. അതിൽ ശ്രീയ ശരനാണ് നമ്മൾ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു വിഷണറീസിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം, അത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. അതിന് ഉത്തരവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ
ശ്രേയനെ പോലെയുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ഫേസ് ആവശ്യമായി തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രേയനെ ഞങ്ങളതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ശ്രേയം ഒരു വിഷണറിയാണ്. പല കാര്യങ്ങളും ശ്രേയ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കണ്ടാലും അത് നമ്മൾ പഠിച്ചാലും മനസ്സിലാവും. ശ്രേയൻ്റെ ആ ഒരു എലഗൻസ്, അതിൻ്റെ ആ ഒരു അപ്പിയറൻസ്, ഇതൊക്കെ ഞങ്ങളുടെ ഡിസൈൻ ലാംഗ്വേജുമായിട്ട് വളരെ കണക്റ്റായിട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനൊരു പ്രോജക്റ്റിൻ്റെ ഒരു കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം ഇതായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ആ കോസ്റ്റ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ? കോസ്റ്റ് വെളിപ്പെടുത്തുന്നേക്കാൾ ഉപരി ഇത് ഈ വിഷണറിക്ക് വാങ്ങിക്കാൻ കഴിയുന്ന, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഇത് കോസ്റ്റ് കൂടുതൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഓഫറിങ്സ് അങ്ങനെയാണ്. ഇതിനകം തന്നെ ബുക്കിംഗ്സ് ഒക്കെ ആയോ? ആ പ്രോജക്റ്റിൻ്റെ ഒരു എവിടെ വരെ എത്തി നിൽക്കുന്നു നമ്മളിപ്പോൾ? ഞങ്ങളിപ്പോൾ 2 മാസം കൊണ്ട് ഞങ്ങൾ നല്ലൊരു പെർസെൻറ്റേജ് ഓൾറെഡി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ വിഷണറീസ് ഓൾറെഡി ഇന്നായി. നമ്പേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു 40% ഒക്കെ എന്തായാലും ആയി. അതെന്തായാലും ആയി. കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 2 മാസം ഇത് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു 1.5 years അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ലാസ്റ്റ് 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ വർക്കൊക്കെ സ്റ്റാർട്ടായി. ഞങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ അതിൻ്റെ സ്കെഡ്യൂള് അതേപോലെ തന്നെ ഒരു ഡിലേയും ഇല്ലാതെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ടീം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പോകുന്നു. ഇതിൻ്റെ ലോഞ്ച് വേളയിൽ താങ്കൾ പറയാനുണ്ടായി ഇനി ഇതുപോലൊരു പ്രൊജക്റ്റ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല, അത്രത്തോളം ഇതാണ് എന്നുള്ള. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് തോന്നാൻ കാര്യം? ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടാവില്ല എന്നൊരു തോന്നലല്ല, അത് ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇനി ഇല്ല. ഞങ്ങൾക്കും അത് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ലൈൻ അത് തന്നെയാണ്, വി കാൺ ഓഫർ ഇറ്റ് അഗെയിൻ. കാരണം അങ്ങനൊരു സ്ഥലം കോഴിക്കോടില്ല. അത്തരത്തിലുള്ള ആ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേഷൻ പരിധിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, സിറ്റിനോട് അടുത്ത് നിൽക്കുന്ന, അത്രയും നല്ല ആക്സസിബിളായിട്ടുള്ള ഇത്ര വ്യൂ ഉള്ള അങ്ങനെ ഒരു ലാൻഡ് ഇല്ല. അപ്പോൾ ലൊക്കേഷനാണല്ലോ ഒരു യുണീക്ക്നെസ്. അപ്പോൾ മറ്റൊക്കെ നമുക്ക് ക്യാൻ ബി ക്രിയേറ്റഡ്. അതായത് ക്ലബ് ഹൗസ് അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ഒക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൊക്കേഷൻ വി കാണ്ട്, അല്ലേ? അതാർക്കും ചെയ്യാൻ പറ്റില്ല. അതൊരു എന്താ പറയുക, ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അത് ഒന്നേ ഉള്ളൂ, വൺ ഓഫ് കൈൻഡ്. നമുക്ക് 62 വില്ലകളാണ് ഈ പ്രൊജക്റ്റിലുള്ളത്. നമ്മൾ 62 വിഷണറീസിനെയാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡും അവരുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഓരോ വില്ലേനെയും മാറ്റിയെടുക്കാൻ പറ്റുന്നത്? ഞങ്ങൾ ഇത് ഡിസൈൻ ലാംഗ്വേജിലേക്ക് കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് വളരെ കൃത്യമായ ഒരു ഐഡിയ ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് ആർക്ക് വേണ്ടി എന്നുള്ളത് പ്രീ ഡിഫൈൻഡാണ്. അപ്പോൾ വിഷണറീസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ വിഷണറീസിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, അവരുടെ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി, അതേപോലെ അവരുടെ ഹെൽത്ത്, അവരുടെ ടൈം, അവരുടെ എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ ആ പ്രോജക്റ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് മേ ബി അവരുടെ സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും. അവരുടെ ഒരു മൊമെൻറ്റ്സ് എങ്ങനെ എൻഹാൻസ് ചെയ്യപ്പെടണം വെൻ ദേ ആർ അറ്റ് ബാൽക്കണി, അല്ലെങ്കിൽ അവർ കിച്ചണിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അവർ ലിവിങ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫീൽ, ആ ഇമോഷൻ അവർക്ക് കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഹൈറ്റ് തന്നെ പറയുകയാണെങ്കിൽ മറ്റ് പ്രൊജക്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് 3.8 meters ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷണറീസ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു ഇൻഫിനിറ്റ് വ്യൂസ് അല്ലെങ്കിൽ ഉയരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പം അവർക്കൊരു വിശാലത, അതായത് വലിയ സ്പേസ് ആവശ്യമാണ് തിങ്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഓരോ എലമെൻസും ഓരോ കോർണറും എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളതിൽ ഒരു രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലായിരിക്കും. ഇപ്പോൾ എത്ര ഞാനത് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷേ ഇവർക്ക് അത് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു എനർജി, ആ ഒരു ഫീൽ, അത് ആ വീടിൻ്റെ ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. കാരണം കൃത്യമായ ഒരു ഐഡിയ ഞങ്ങളുടെ കയ്യിലുണ്ട്.
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ വ്യൂസ് നോക്കുകയാണെങ്കിൽ ഫുൾ ഗ്ലാസ് ഫസാഡാണ്. അപ്പോൾ ഗ്ലാസ് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു വാവ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പണായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു ക്രൈറ്റീരിയയാണ്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് വാല്യൂ വ്യൂ, അതായത് കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണുന്നത് വാല്യാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു എനർജി അതൊരു വേറെ തന്നെ ഒരു ഫീലായിരിക്കും. അവരെ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ സൈക്കിൾ ട്രാക്കും ജോഗിങ് ട്രാക്കും ഇട്ടിരിക്കുന്നത്. നിങ്ങൾ വേറെ ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 1.5 കിലോമീറ്റേഴ്സ്. എഗെയിൻ അത് കഴിഞ്ഞ് നമ്മൾ എവിടെ പോകണം എന്നുള്ളതാണ്. അതിലൂടെ പോയി നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ ജിമ്മിലാണ്. ദെൻ ജിമ്മിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അപ്പോൾ സ്വിമ്മിങ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്വിമ്മിങ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലാണ്. പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ കണ്ടിട്ടുണ്ടാകും, ഒരു വിഷ്വൽ അപ്പീലിനാണ് പല പ്രോജക്റ്റുകളും സ്വിമ്മിംഗ് പൂളൊക്കെ കൊടുക്കാറുള്ളത്. ഒരു ഒളിമ്പിക് പൂൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹാഫ് സൈസെങ്കിലും നമ്മൾ അത് കൊടുക്കുമ്പോഴാണ് ശരിക്കുള്ളൊരു സ്വിമ്മിങ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. ആ പ്രോജക്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതും അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ ഒരാൾ 2 ലാപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ അയാളുടെ സ്വിമ്മിങ് കഴിയണം എന്നുള്ളതാണ്. ഞങ്ങളവിടെ ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അതിനുള്ള ആളുകളൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ആ പ്രോജക്റ്റിലുണ്ടാവും. അഗെയിൻ ബാക്ക് ടു ഹോം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ദെൻ കമ്മിങ് ഫോർ വർക്ക്. ഇപ്പോൾ വർക്കിന് നോക്കുകയാണെങ്കിൽ നമുക്ക് വി ഹാവ് ഓഫീസ് ദെയർ, ബോർഡ് റൂമുണ്ട്. അവർക്കൊരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ടൗൺ ഹാൾ മീറ്റിംഗ് നടത്തണമെങ്കിൽ അന്ന് ഞാൻ ഓഫീസിൽ പോകുന്നില്ല, എൻ്റെ ടീമൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു വിഷണറീസിൻ്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ട് ആയതുകൊണ്ട്. എഗെയിൻ ലാസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഒരു വിഷണറി സംരക്ഷണം. അതൊരു ലക്ഷറിയാണ് അവർക്ക് ടൈം എന്ന് പറയുന്നത്, അല്ലേ? ഇന്ന് പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഞങ്ങളവിടെ എലി പാഡ് കൊണ്ടുവന്നിരിക്കുന്നതും അതിന് തന്നെയാണ്. കോഴിക്കോടത്തെ ആദ്യത്തെ ഓൺ ഗ്രൗണ്ട് ഹെൽപ്പാടെന്നാണ് ആവണമെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഐ ഡോണ്ട് നോ. പക്ഷേ ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. ഞങ്ങളെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇൻറ്റൻ്റ് ഉണ്ട്. ഈ ഒരു പ്രോജക്റ്റിൽ വരുന്ന വിഷണറീസിന് കൊച്ചിയിലൊരു മീറ്റിംഗ് ഉണ്ട്. ആൾ താമസിക്കുന്നത് കോഴിക്കോടാണ്. അറ്റ് ദ സെയിം ഡേ അയാളുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ 2 റെസ്പോൺസിബിലിറ്റി എങ്ങനെ അയാൾ അറ്റൻഡ് ചെയ്യും? ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഇമോഷണലി അതിലേറെ ഇമ്പോർട്ടൻ്റ്. അതായത് ഇനി അടുത്തൊരു കുറച്ച് കാലം കഴിയുമ്പോൾ എലി ടാക്സിയൊക്കെ ബിക്കം വെരി നോർമൽ. അത്രയും ദൂരക്കാഴ്ചയിലൂടെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിലൂടെ ഒരു സൊല്യൂഷനും കൂടിയാണത്. ഇപ്പോൾ മിഷണറീസ് എന്നൊക്കെ പറയുമ്പോൾ അവരെന്തായാലും ഒരു പ്രൈവസി ആയിരിക്കുമല്ലോ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം ഉറപ്പ് നൽകാൻ പറ്റും? ഇത്രയും പേര് ഇത്രയും വില്ലാസ് വരുന്നൊരു പ്രൊജക്റ്റ് ആകുമ്പോഴേക്കും വീടുകൾ എന്ന് പറയുന്നത് എന്തായാലും പ്രൈവസി ഉണ്ടാവുമല്ലോ. പിന്നെയുള്ളത് നമ്മുടെ കോമൺ അമ്യൂണിറ്റീസും കോമൺ ഏരിയ അതൊക്കെയാണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചും കൂടെ ഇൻട്രാക്ട് ചെയ്യാനും ഐഡിയ ഷെയർ ചെയ്യാനും ഒരുമിച്ച് വളരാനും ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, സെക്യുലറായിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവർക്ക് എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടെ വിശാലമായിട്ട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിരിക്കും, കണക്ട് ചെയ്യാനായിരിക്കും കൂടുതൽ ആവശ്യമെന്ന് തോന്നുന്നു. പക്ഷേ ഓഫ് കോഴ്സ് നമ്മളെ വീടുകൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രൈവസിയും. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പൂൾ വില്ല ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ പൂൾ വില്ല എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ നമ്മൾ പോയി ഇരിക്കുക, വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടെയൊന്നും ആരും ഭയങ്കര പ്രൈവസി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അതിനെ കാണുന്നത്. അതിൻ്റെ പ്ലാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ വില്ലയ്ക്കും പ്രത്യേകം വ്യൂ ആണ്. നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഒരു വ്യൂ അല്ല ഇത് വരുന്നത്. അതിങ്ങനെ ഇത്രയും കൃത്യമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് അതെങ്ങനെയാണ് സാധിച്ചത്? ഈ 62 വീടുകളിൽ 7 എണ്ണമാണ് 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള വീടുകളാണ്. പല രീതിയിലും നമ്മളത് ചെയ്തിട്ടുണ്ട്. ഏരിയ കൂടുതലായിട്ടും ബെഡ്റൂം കൂടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകൾക്കും കൊടുത്തിരിക്കുന്ന സ്പെക്കൊക്കെ സെയിം തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ പൂള് ആവശ്യം ഉണ്ടായിട്ട് വരില്ല, ചില ആളുകൾക്ക് അത് ആവശ്യമുണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ഓരോ സെഗ്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഈ ടൈപ്പോളജി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ചില വീടുകളിൽ ഹോം തിയേറ്റർ ഉണ്ടാവില്ല, ചില വീടുകളിൽ ലിഫ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ഏരിയ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ ഇത് വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എല്ലാം അൾട്രാ ലക്ഷറിയാണ്, എല്ലാം ഒരേപോലെ, എല്ലാം ഒരേ സ്പെക്കാണ്, എല്ലാം ഒരേ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. ചില അമ്യൂണിറ്റീസ് കട്ട് ചെയ്യുന്നെന്ന് മാത്രമേ. എത്ര സ്ക്വയർ ഫീറ്റ് മുതൽ എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള അതോ ഒരു ബേസിക് ആണോ എല്ലാത്തിലും വരുന്നത്? ഞങ്ങൾക്ക് 3300 മുതൽ 5700 വരെയുള്ള ഒരു റേഞ്ചാണുള്ളത്. അതിൽ 5700 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, ലിഫ്റ്റ് ഉണ്ടാവും, 3 ഫ്ലോർസ് ഉണ്ടാവും, ഒരു സ്യൂട്ട് റൂം തന്നെയുണ്ട്. ഒരു ഫ്ലോർ എന്ന് പറയുന്ന ഒരു റൂം തന്നെയാണ്. അവിടെ നമുക്ക് വർക്ക് ചെയ്യാം, നമുക്ക് പാർട്ടി ചെയ്യാം, ദെൻ നമുക്കവിടെ എന്താ പറയുക, മീറ്റിങ്സ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ അല്ല, ഒരു വലിയ രീതിയിൽ ഒരു വിഷണറീസിനെ കണ്ടുകൊണ്ട് ബാൽക്കണി ഉണ്ട്. അവിടെ ഇരുന്നിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം. സമാനമായൊരു പ്രൊജക്റ്റ് മറ്റാർക്ക് അവകാശപ്പെടാനില്ല എന്ന് പറയാൻ പറ്റുമോ? അതോ നമ്മുടെ മാത്രമായിട്ടുള്ള? ഞങ്ങളങ്ങനെ അവകാശപ്പെടുന്ന ആളുകളൊന്നുമല്ല, അങ്ങനെ ഒരു ഞങ്ങൾ മാത്രമാണ് അല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ദിസ് ഈസ് വൺ ഓഫ് കൈൻഡ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തന്നെ പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻറ്റൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണെന്നാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഇൻറ്റൻറ്റ് ഇതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ മത്സരിക്കുന്നത് ലക്ഷറിയിലാണ്. പണ്ട് മുതലുള്ള ആളുകൾ ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കണ്ടിരിക്കുന്നത് ഒരു കൺവീനിയൻ ഉണ്ടാവുക, അതേപോലെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി, ഇൻവെസ്റ്റ്മെൻറ്റ്, ഓണർഷിപ്പ്, ഇതൊക്കെ കണക്റ്റഡാണ് റിയൽ എസ്റ്റേറ്റിൽ. പക്ഷേ ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് റിയൽ എസ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ ഇതെല്ലാം ലക്ഷറിയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പറയുന്നു ഞാൻ 50 നമ്പർ ഓഫ് അല്ലെങ്കിൽ 50 നിലകളിലായി അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നു, മറ്റൊരാൾ പറയുന്നത് നാളെ ഞാൻ 60 നിലയിൽ ചെയ്യുന്നു, ഒരാൾ പറയുന്നു ഞാൻ എത്ര അമ്യൂണിറ്റീസ് കൊടുക്കുന്നു, വേറൊരാൾ പറഞ്ഞു ഞാൻ പുതിയ അമ്യൂണിറ്റി കൊണ്ടുവരാൻ പോകും. ഇതൊക്കെ ഒരു സമയം കഴിയുമ്പോൾ അത് മാറി വേറെ ഒന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് ഒരു പുതുമയോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും പറയുന്നതിലുള്ള ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഞങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റിനെ എങ്ങനെ ഹ്യൂമൻ പൊട്ടൻഷ്യലുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ നോക്കുന്നത്. അതായത് ഞങ്ങളെ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രോജക്റ്റാണുള്ളത്, ആ സ്കൈയിൽ വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പെസിഫിക് ഇൻറ്റൻറ്റ് ഈ പ്രോജക്റ്റിലുണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾ 62 വിഷണറീസിനെ മാത്രമാണ് ഇവിടെ നോക്കുന്നത്. നിങ്ങൾ വിഷണറി ആണോ, യു കം ടു അസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. വിഷണറി എന്ന് പറയുമ്പോൾ വീണ്ടും ആളുകൾ ആലോചിക്കുക, എൻ്റെ അടുത്ത് ഞാൻ കമ്പയർ ചെയ്യുന്നത് ആൾ എത്ര റിച്ച് എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആൾ ഇങ്ങനെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, വലിയ ഓൺട്രപ്രണേഴ്സ്, ഇങ്ങനെ നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. നല്ല മനസ്സുള്ള ലൈക്ക് മൈൻഡഡ് ഉള്ള ആളുകൾ, നമ്മളെ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആളുകൾ, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്യുക. അവർ വളരും. ഈ വളർച്ച എന്ന് പറയുന്നത് ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അവിടെയാണ് നമ്മൾ സ്പേഷ്യൽ ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇന്ന് പല ആളുകളും, എനിക്ക് തോന്നുന്നു പല റിസർച്ചേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അത് നിങ്ങളെ വളർച്ചയിലെത്തിക്കും. നിങ്ങളുടെ ചിന്തകളുടെ നിങ്ങളുടെ ഇമാജിനേഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം വലിയ രീതിയിൽ ആവും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ആളുകൾ, ഇന്ന് ലോകത്തുള്ള വലിയ ആളുകൾ താമസിച്ച അല്ലെങ്കിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലാണ്. അത് എൻവയൺമെൻറ്റ്,
ആ എൻവയോൺമെൻറ്റ് നമ്മളെ ചേഞ്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റാണ് ഞങ്ങൾ കൊടുക്കുന്നത്, റദർ ദാൻ ഗിവിങ് ലോട്ട് ഓഫ് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസൊക്കെ എന്തായാലും ഉണ്ട്, അത് നിർബന്ധമായിട്ടുമുണ്ട്, നമ്മളെന്തായാലും കൊടുത്തേ പറ്റുള്ളൂ, അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ബിയോണ്ട് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താണ്, വെൻ യു ആർ കമ്മിങ് ടു അസ്, നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വളരാനുള്ള, നിങ്ങളെ ചിന്തകളെ ഷാർപ്പാക്കാനുള്ള, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് വിഷണറീസ്. നമ്മുടെ ടോട്ടൽ ഈ പ്രോജക്റ്റ് കോസ്റ്റ് എത്രയാണ് വരുന്നത്? ഏകദേശം എത്ര ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഈ ഒരു വില്ല പ്രോജക്റ്റ്? ഇത് ഞങ്ങളിപ്പോൾ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് ഒരു 275 crores ആണ്. കേരളത്തിൽ തന്നെ ഒരു വലിയ പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിനെ? കേരളത്തിൽ വലിയ പ്രോജക്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രോജക്റ്റ്. ദിസ് ഇസ് ദി ഫസ്റ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് ഫ്രം ദി ഹൗസ് ഓഫ് ക്രൈറ്റർ. മുമ്പ് ഞങ്ങൾ കപ്പിൾ ഓഫ് അതർ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിൽ. അത് കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു അധികം. അതായത് പുതിയ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ തുടങ്ങി വെച്ചത് ഞങ്ങളുടെ തന്നെ മാർക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങി. അത് പിന്നീട് നമ്മൾ പല ബ്രാൻഡുകൾക്കും ചെയ്ത് തുടങ്ങിയതാണ്. അതായത് നമ്മുടെ റീറ്റെയിൽ സ്പേസിന് വേണ്ടിയിട്ട് തുടങ്ങി. ഇനീഷ്യലി നമ്മൾ അതിനാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 8ാമത്തെ പ്രോജക്റ്റാണ് ദ സ്കൈ എന്ന് പറയും. ക്രൈറ്റർ ഗ്രൂപ്പിൻ്റെ ഒരു തുടക്കം ഇഫ്ലു തന്നെയല്ലായിരുന്നോ? എങ്ങനെയായിരുന്നു ഒരു തുടക്കം? ക്രൈറ്ററിൻ്റെ തുടക്കം ഞാൻ തന്നെയാണ്. വളരെ ഹമ്പിളായിട്ട് നമ്മൾ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം എന്തായിരുന്നു തുടക്കം, കുറിച്ച് സാധനം എന്തായിരുന്നു ആദ്യത്തെ? അത് ഞങ്ങൾ റീറ്റെയിൽ ഡിവിഷനാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കാരണം ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതിനെ എൻഹാൻസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ സിറ്റിയിൽ, നമ്മുടെ ഹോം ടൗണിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കൊണ്ടുവരണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സായിരുന്നു അതിൽ. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേറ്റുകളിലൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്നത് പ്രോഡക്റ്റുകളായാലും സർവീസുകളായാലും ഒക്കെ അത് ഇവിടുത്തെ ചെറിയ ചെറിയ ടൗണുകളിൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് നമ്മൾ ഒന്ന് എൻഹാൻസ് ചെയ്തതാണ്. അതൊരു വേറൊരു പേരെല്ലാം ഇട്ട് ബ്രാൻഡൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പല രീതിയിൽ കൺസ്ട്രക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് നമ്മുടെ മറ്റുള്ള ബ്രാൻഡുകൾക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ക്രൈറ്റർ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വന്നു തുടങ്ങിയത്. പിന്നീട് ഞങ്ങളൊരു റെസിഡൻഷ്യൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ലാൻഡ് അക്വയർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഒരുപാട് ലാൻഡുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ കാലിക്കറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നില്ല, നമുക്കെല്ലാം ഞങ്ങൾ ചെയ്യാറില്ല. അത് ഞങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിൽഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പാർട്ട്ണർഷിപ്പിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബിൽഡറുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഞങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ അതോ നമ്മളുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്? ഞങ്ങളെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഞങ്ങൾ തന്നെ ഓൺ വേർട്ടിക്കൽസിൽ ഞങ്ങൾ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് അതിലേക്കാണ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് ചെയ്യുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് അതിൻ്റെ മെജോറിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ മെജോറിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അതിലൊരു നിശ്ചിത ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ഞങ്ങൾ പുറത്ത് ആളുകൾക്ക് കൊടുക്കും. അതായത് ഇൻവെസ്റ്റേഴ്സായിട്ട് നമുക്കിപ്പം എത്ര ആൾക്കാരോളം ഉണ്ടാവും? വി ഹാവ് മെനി ഇൻവെസ്റ്റേഴ്സ് വിത്ത് അസ്. ഞങ്ങളൊരു ഇൻവെസ്റ്റേഴ്സായിട്ടല്ല അവരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കമ്പനി ആൻഡ് അവരൊരു പാർട്ട്ണറാണ്. അതായത് ഓരോ വേർട്ടിക്കലിനും ഓരോ ഇൻഡിവിജ്വൽ വേർട്ടിക്കലായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണുകയും അതിന് ഒരു റിയൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് റിയൽ പാർട്ട്ണർഷിപ്പ് ആക്ച്വൽ പ്രോഫിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അത് പോകുന്നത്. അതായത് ഒരു പ്രോജക്റ്റിലാണോ പാർട്ട്ണർഷിപ്പ് വരുന്നത്, നമ്മുടെ എൻ്റയർ പ്രോജക്ട്സിലേക്കുള്ള രീതിയിലാണ്? ഇല്ല, ഓരോ പ്രോജക്റ്റും വളരെ കൃത്യമായ ഒരു ലൈനപ്പിലൂടെയാണ് പോകുന്നത്. നമ്മളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് ദ പ്രോജക്റ്റ്, ദിസ് ഈസ് ദി ഔട്ട്കം
ഔട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളാണ് ആദ്യം അതിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം പാർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ഒരു സ്റ്റേജിലെത്തുമ്പോൾ അതിന് റവന്യൂ സ്റ്റാർട്ട് ചെയ്യാൻ ആയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന സമയത്താണ് ഞങ്ങൾ പാർട്ട്നേഴ്സിനെ അതിലേക്ക് ഓൺബോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ റിസ്ക് അത്രയും കുറയും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അപ്രൂവൽസിൻ്റെ ഡിലേ ഇതൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഞങ്ങൾ തന്നെ മാനേജ് ചെയ്ത് അത് ആ അപ്രൂവൽ ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ പാർട്ട്നേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ട്ണർ നമ്മളെ കൂടെ വരുന്ന സമയത്ത് അത് സ്പെസിഫിക് ആയിട്ട് ഇന്ന പ്രോജക്റ്റിലേക്കാണെന്നും ആ പ്രോജക്റ്റ് ഇന്നതാണ് ചെയ്യാൻ പോകുന്നതും അതിൻ്റെ ഔട്ട്കം എന്നിങ്ങനെയായിരിക്കുന്നു, അതിൻ്റെ ഫോർകാസ്റ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ് ആൻഡ് P&L ഇതായിരിക്കും എന്നുള്ളത് നമ്മളെ പ്രൊജക്ഷൻ ഞങ്ങളുടെ ഒരു വിൽ ഹാവ് ഫീസിബിലിറ്റി സ്റ്റഡി അങ്ങനത്തെ റിപ്പോർട്ട്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ച് അവരോട് പറയുമ്പോൾ അവർ അതിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ നമ്മളെ കൂടെ അവർ ജോയിൻ ചെയ്യും. അതിൽ തന്നെ ഞങ്ങളൊരു അപ് ടു 50% ഒക്കെ ഞങ്ങളത് പുറത്തുനിന്ന് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ട്നേഴ്സ് ആ ഒരു പ്രോജക്റ്റിൽ ഞങ്ങൾ ആളെടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിക്ഷേപകനാകാനുള്ളൊരു അവസരമുണ്ടോ? ഇപ്പോൾ ക്രൈറ്റർ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ വരുന്ന സോഫാർ ഞങ്ങൾ ഇപ്പോൾ എല്ലാം ഞങ്ങളത് ഒരു ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട്. ആ പ്രോജക്റ്റ് അണ്ടർ ഡിസ്കഷനിലാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ആളുകളെ അറിയിക്കും. അവരുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഞങ്ങൾ മേടിക്കും. ആ മേടിച്ചതിന് ശേഷം അവരടുത്ത് പറയും ഇന്ന സമയത്താണ് ഞങ്ങൾക്ക് അതിൻ്റെ ഫണ്ട് വേണ്ടി വരിക, ആ സമയത്ത് അവർ ഞങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത്. ഇൻവെസ്റ്റേഴ്സിന് ഒരു ക്രൈറ്റീരിയ വയ്ക്കാറുണ്ടോ? എങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മുടെ ഒപ്പം വരാൻ പറ്റുക? നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ കൂടെ വരാവുന്നതാണ്. ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സോഴ്സ് ഓഫ് ഫണ്ട് അവർ കൃത്യമായി ടാക്സ് അടക്കുന്ന ആളുകളാണോ, ഞങ്ങൾക്ക് തരുന്ന പൈസക്ക് അതിന് സോഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. വളരെ ട്രാൻസ്പെറൻസിയോടുകൂടി ഇത് ലോ ഓഫ് ദി ലാൻഡ് പാലിച്ചുകൊണ്ട് ആ രീതിയിൽ മാത്രമേ ഞങ്ങളതിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു. എത്ര വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് ആൾക്കാർ പൊതുവെ നടത്തി വരുന്നത് നമ്മുടെ ഇതിലായിട്ട്? അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റേഞ്ച് ഉണ്ടോ? ആ റേഞ്ചിലുണ്ട്. നമുക്ക് ഓരോ പ്രോജക്റ്റിനും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇത്ര എമൗണ്ട് വേണമെന്നുള്ളത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കുന്നു, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അതിന് മാർക്കറ്റിങ്ങിന് എത്ര ഉപയോഗിക്കുന്നു, അതിന് നമ്മുടെ അഡ്മിൻ എക്സ്പെൻസുകളായിട്ട് എത്ര പോകുന്നു, അതിൻ്റെ കൺസ്ട്രക്ഷൻ എത്ര പോകുന്നു, അല്ല അതർ എക്സ്പെൻസുകളായിട്ട് എത്ര പോകുന്നു, ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ള ബ്രേക്കപ്പ് നമ്മളെ കയ്യിലുണ്ടാവും. ഈ പ്രൊജക്ഷനിലൂടെ മാത്രമേ ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. പ്രൊജക്ഷനിൽ നമ്മൾ ഒരു രീതിയിലും ഞങ്ങളെ എക്സീഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. അതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രോമിസ്. ഇത് ഞങ്ങളുടെ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓഫീസിൽ. ഇത് ഞങ്ങളൊരു 6 വർഷം എടുത്തു ഈ രീതിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി. ഇൻവെസ്റ്റേഴ്സിനെ കൂടെ കൂട്ടിയിട്ടുള്ളൊരു ബിസിനസ് മോഡലാകുമ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻറ്റും കൂടുതലല്ലേ? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതാണ് ഞങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വാല്യൂ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളായിരിക്കും എപ്പോഴും. പിന്നെ ബിസിനസ് ആകുമ്പം റിസ്ക് എന്തായാലും നമ്മൾ കാണണം, ബിയോണ്ട് അവർ കൺട്രോൾ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ അതെല്ലാ ബിസിനസ്സിലും ഉണ്ട്. ഒരു ബിസിനസ്സിലും റിസ്ക് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. റിസ്ക് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലത്തെ ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. റിസ്ക് കുറക്കാനുള്ള എല്ലാ സ്റ്റഡിയും എല്ലാ എഫിഷ്യൻ്റായിട്ടുള്ള എല്ലാ ആളുകളും അതിൽ വർക്ക് ചെയ്യും. കൺസൾട്ടൻ്റ് ആയാലും അല്ലെങ്കിൽ അതർ സർവീസുകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും ഒക്കെ അങ്ങനെ അതിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇന്ന് വരെ നമ്മൾ നടത്തിയിട്ടില്ല, ഇനി നടത്താനും പോകുന്നില്ല. ഈ റിയൽ എസ്റ്റേറ്റിലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ് കണ്ടിരുന്നത്? ഒരു ഇടക്കാലത്ത് വളരെ ബൂം ഉണ്ടായിരുന്നൊരു മാർക്കറ്റാണിത്. പിന്നീട് അത് കുറച്ച് NRIയുടെ ഇതൊക്കെ കുറഞ്ഞു. ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ എന്താണ് അവസ്ഥ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എല്ലാവരും ഒരുപാട് ആളുകൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന ഒരു സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ്. അതിലൊരു റിസ്ക് എലമെൻറ്റ്സ് കുറച്ച് കുറവുണ്ട്.
മാത്രമല്ല ഇതൊക്കെ ആളുകൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഒരു ഇമോഷൻ കൂടിയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ 2 ഇവൻ്റാണ്. ഒന്ന് ആളുടെ മാരേജ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരൊരു വീട് വാങ്ങിക്കുക. ഫസ്റ്റ് ഇവൻറ്റിൽ അത്ര ഒരു വിവരമൊന്നും ഉണ്ടാവണമെന്നില്ല. സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് അവരൊരു അതിൻ്റെ കൂടെ ഒരാളും ഉണ്ടാവും, അവരുടെ അല്ലേ, അവരുടെ പാർട്ണറും കൂടെ ഉണ്ടാവും. ഇതൊരു ട്രാവലാണ്, ഇതൊരു ജേണിയാണ്. ആ ജേണിയിൽ അവർ ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യം. ഇത്തരം ആളുകൾ ഇന്നും നന്നായിട്ട് ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലത്തെ ഒരു വളരെ ജെന്യൂനായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്ന റൈറ്റ് ടൈമാണ് ഓൾവേസ്, എല്ലാ സമയത്തും. ക്രൈറ്റർ ഇപ്പോൾ ഇനി പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഉടനെ? ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു മനസ്സിലൊരു ആശയമുണ്ട്. അത് ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ ടേബിളിലാണുള്ളത്. അതായി കഴിഞ്ഞാൽ ഐ തിങ്ക് വേറൊരു സ്കൈ നമുക്ക് ക്രൈറ്ററിന് പ്രതീക്ഷിക്കാൻ പറ്റും. റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണോ അതോ? ഇപ്പോൾ ഞങ്ങൾ റെസിഡൻഷ്യൽ പ്രോജക്റ്റിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആസ് ഓഫ് നൗ അങ്ങനെയാണ്. കാരണം ഞങ്ങളെ പ്രോജക്റ്റുകൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻറ്റൻറ്റും പേർപ്പസൊക്കെ ഉണ്ടാവും പ്രോജക്റ്റിന്. എല്ലാ പ്രോജക്റ്റും ഞങ്ങൾ ചെയ്യുകയില്ല. ഞങ്ങളിൽ തന്നെ ലാൻഡുകളുണ്ട്, ഞങ്ങളവിടെ ചെയ്യുന്നില്ല. അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്രിയേറ്റീവായിട്ടും ആ രീതിയിലൂടെയാണ് ഞങ്ങൾ ബിസിനസ്സിനെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനത്തെ പ്രോജക്റ്റുകളിലെ ഞങ്ങൾ ഇൻവെസ്റ്റും ചെയ്യുള്ളൂ. ഈ ക്രൈറ്റർ തുടങ്ങുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്രത്തോളം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്? അല്ല, ഞങ്ങളെ ഇഷ്ടങ്ങളാണല്ലോ, ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളും ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകളും ഞങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ദൂരെ പോയി എന്നുള്ളതാണ്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയുമുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പല സെക്ടറിലേക്കും വരണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഓരോ പ്രോജക്റ്റും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് സമയം എടുത്ത് അതിനെ പെർഫെക്ഷനിലൂടെ അത് വാങ്ങിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസോ ഞങ്ങളുടെ പ്രോഡക്റ്റോ ഒരാൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ അവർ സാറ്റിസ്ഫൈ ആവണം. അവരുടെ ഒരു ആവശ്യം, അവരുടെ ഇമോഷൻ അതിന് കണക്റ്റ് ആവും. ഇതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അതിലൂടെയാണ് നിങ്ങളെ സ്ഥലത്ത് ഇരുന്ന് ചിന്തിച്ചിട്ടാണ് ഞങ്ങളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സർവീസ് ഡിസൈൻ ചെയ്യുന്നത്. ഇതല്ലാതെ റിയൽ എസ്റ്റേറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും പ്രോജക്ട്സിലേക്ക് ക്രൈറ്റർ കിടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, വി ഡോണ്ട് നോ. ഇത് ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന നിലയിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റഡിയും ഞങ്ങളുടെ റിസർച്ചും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതും ഇതാണ്. നാളെ ഒരു നല്ലൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കും, അത് നോക്കി കാണും. അത് ഞങ്ങൾക്ക് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ വരും. ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് മീനിങ് ഫുൾ ചേഞ്ചസ് ദി ലൈഫ്സ് ഫോർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യത്തിലേക്കും ഞങ്ങൾ വന്നുകൂടായൊന്നുമില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഒരുപാട് ക്രൈറ്റീരിയ നമ്മൾ നോക്കും. അതിൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, ഒരു ഇൻവെസ്റ്ററും അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതിൽ ഞങ്ങൾക്ക് തന്ന പൈസയുടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ എമൗണ്ടിന് ഞങ്ങൾ കൊടുക്കുന്നൊരു സെക്യൂരിറ്റി, അതൊരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. പ്രോഫിറ്റ് നെക്സ്റ്റാണ്. പ്രോഫിറ്റ് എന്നുള്ളത് പിന്നെ അടുത്തൊരു സ്റ്റേജാണ്. കാരണം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവും. അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കണം, അത് ഞങ്ങൾ എൻഫിസാജ് ചെയ്ത പ്രോഫിറ്റ് ചിലപ്പോൾ ചില പെർസെൻറ്റേജ് കുറയാം, ചിലപ്പോൾ കൂടാം. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻവെസ്റ്ററും ഒരു പാർട്ണറും നമ്മളെ അടുത്തുനിന്ന് അവരുടെ തന്ന പൈസ കുറഞ്ഞു പോകാൻ പാടില്ല. അത് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിലാണ് നമ്മളെ സക്സസ്. നമ്മൾ ഒരു 2019 സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്ത 10 വർഷത്തിലുള്ള എവിടെ എത്തണം എന്നാണ് ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ വളരെ കൃത്യമായിട്ട് ആ പ്ലാന് ഞങ്ങൾക്ക് 2030 ആകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, 2035 ആകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായ പ്ലാനും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്.
കേരളത്തിൽ നിന്ന് ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ലിസ്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ നമ്മുടെ ക്രിയേറ്റർ ഗ്രൂപ്പിന്? ഏത് വർഷത്തോടെ നമുക്കൊരു IPO കാണാൻ പറ്റുമോ? IPO എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ബിസിനസ് ഫെർട്ടനിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ന് ബിസിനസ് സെക്ടറിൽ ഇറ്റ്സ് ബിക്കം നോർമൽ. അല്ലെങ്കിൽ ഒരു 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 എല്ലാവരും വാല്യുവേഷൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കമ്പനിക്കും ആ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ്, ഏർലിയർ സ്റ്റേജിൽ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു IPO ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ്. ഇനിയിപ്പോൾ ഭാവിയിൽ അതൊരു ആവശ്യമുണ്ട്, നമുക്ക് അങ്ങനെ ഒരു പബ്ലിക്കിൽ പോകണം, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഫണ്ട് ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് അതിനുള്ളൊരു അടിത്തറ. തീർച്ചയായിട്ടും നമ്മളത് ചെയ്ത് തുടങ്ങിയ മുതൽ തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സ്കൈയുമായിട്ട് ബന്ധപ്പെട്ടേ ഞാൻ നോട്ട് ചെയ്തൊരു വലിയൊരു കാര്യം ചെന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ, എൻ്റെ വിഷനൊക്കെ വെച്ചിട്ട്. അതെ അതെ. അതിൻ്റെ ഒരു ആരാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞത്? ഇതൊരു കോൺസെപ്റ്റ് അല്ല, ഞാൻ ആ സ്ഥലത്ത് പോയ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് ഒരു ഷുഡ് നോട്ട് ബി എൻ അതർ പ്രോജക്റ്റ്, സാധാരണ ഒരു പ്രൊജക്റ്റ് ആവാൻ പാടില്ല എന്നതാണ്. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആവാൻ പാടില്ല. ഇവിടെ ആര് താമസിക്കുന്നു, എന്തിന് താമസിക്കുന്നു എന്നതിനൊക്കെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ടായിരുന്നു. അത് ഞാനൊന്ന് സ്ക്രിപ്റ്റാക്കി എഴുതി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മളതിനെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നു. ആ പ്രോജക്റ്റിന് എന്തൊക്കെ ഉണ്ടാവണം, ഈച്ച് ആൻഡ് എവറി കോർണർ, അതിൽ എന്ത് പാടില്ല, അതിൽ ആ വിഷണറീസ് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനത്തെ ഉള്ള ആളുകളായിരിക്കും അവിടെ വരേണ്ടത്, എന്തായിരിക്കും അതിൻ്റെ എക്സ്റ്റീരിയർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിലോസഫി എന്തായിരിക്കും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് എഴുതി ഉണ്ടാക്കി. ഇതിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് ഈവൻ ഞങ്ങൾ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിക്കുന്നത് വരെ, ഡിസൈൻ ടീമുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഈ ബുക്കാണ് ഞങ്ങൾ സംസാരിച്ചത്. ബുക്ക് പബ്ലിഷ് ചെയ്ത് നമ്മൾ ആദ്യം ഇറക്കി. ഈ ഒരു പബ്ലിക്കേഷനൊന്നും ഞാൻ പോയിട്ടില്ല, അതിനുവേണ്ടി ചെയ്തതും അല്ല. ഇത് ഞങ്ങൾ ഇൻ ഹൗസ്, അതായത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, നമ്മുടെ കസ്റ്റമേഴ്സ്, ഇത് വാങ്ങിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡർ, ഞങ്ങൾ കൺസൾട്ടൻറ്റ്, ഞങ്ങൾ ആർക്കിടെക്ട്, ഞങ്ങളെ കൂടെയുള്ള ഞങ്ങളുടെ കോ ക്രിയേറ്റേഴ്സ്, ഇവർക്കൊക്കെ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ക്രിപ്റ്റാണ്. ഈ സ്ക്രിപ്റ്റിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ പ്രോജക്റ്റ് ഇന്ന് വരെ പോയിട്ടുള്ളത്. ഇതിനൊരു ഡീവിയേഷനും സോഫാർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് എൻ്റെ വീട് എങ്ങനെയായിരിക്കണം, ഞാൻ എങ്ങനെ വീട്ടിൽ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ വീട് എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നുള്ളതൊക്കെ അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ തോന്നലുകളാണ്, എൻ്റെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ എൻ്റെ വിഷനാണ്, മൈ വിഷൻ ഫോർ ദി വിഷണറീസ്. അതാണ് അതിൻ്റെ കാര്യം. ഈ 62 വിഷണറീസ് നേരത്തെ പറഞ്ഞില്ലേ, ഈ 62 വിഷണറീസ് കണ്ണടച്ച് എന്ന് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരു 10 പേരെ പറയാൻ പറ്റുമോ? മനസ്സിൽ ഉദ്ദേശിച്ച ഇവിടെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ച 10 പേരെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ആൾക്കാരെ കണ്ടോണ്ടേ അല്ല, ഇല്ല, ഒരാളെയും കണ്ടില്ല. വിഷണറി മൈൻഡ് സെറ്റുള്ള ആർക്കും അവിടെ വരാം. ഇനി ഒന്നും കൂടെ പറയാം, ഇനി താങ്കൾ വിഷണറി അല്ലെങ്കിൽ നിങ്ങൾക്കും അവിടെ വരാം. യു വിൽ ബിക്കം എ വിഷണറി. നിങ്ങളവിടെ താമസിക്കുമ്പോൾ, നിങ്ങൾ ആ വിഷണറീസിൻ്റെ കൂടെ താമസിക്കുമ്പോൾ, അതാണ് നമ്മൾ പിയർ ഡ്രിവൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് പരസ്പര ബന്ധമുള്ള, അല്ലെങ്കിൽ ഒരേ സമാന ചിന്താഗതിയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം, അത് അവർക്കും അവരെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും വളർച്ചയ്ക്കും അവരുടെ ചിന്തകൾക്കും ഒക്കെ എന്ത് ചെയ്യും, അവർ കോംപ്ലിമെൻ്റ് ചെയ്യും, അവർ മോട്ടിവേറ്റ് ചെയ്യും. സമൂഹം മൊത്തത്തിൽ അത് അവരെ മൊത്തത്തിൽ ഗ്രോത്തിനെ ഇമ്പാക്റ്റ് ചെയ്യും, അതായത് അവരെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഓവറോൾ ഐഡിയ. സോ ഹു ആർ കമ്മിറ്റഡ് ടു ചേഞ്ച് ദെയർ ലൈഫ്സ്, അല്ലെങ്കിൽ പോസിറ്റീവ് ചേഞ്ചസ് ഇതൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും വാല്യുബിളായിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ അതിലുണ്ട് വരുന്ന ആളുകളാണ്. ക്രൈറ്റീരിയയിലേക്ക് ഒരാൾ നിക്ഷേപകനായിട്ട് വരുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ഉറപ്പാണ് കൊടുക്കുന്നത്? അവരുടെ റിട്ടേൺ എങ്ങനെ നമ്മൾ ഉറപ്പാക്കും? ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേർപ്പസും, അതേപോലെ നമ്മളൊരു വളരെയധികം ഫീസിബിലിറ്റി
അതിൻ്റെ റിസർച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പലരും മുമ്പേ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യം ഇതിൻ്റെ എല്ലാ ഡ്യൂ ഡെലിജൻസും, എല്ലാ അപ്രൂവൽസും, എല്ലാ ക്ലിയറൻസും എല്ലാം നടത്തി ഒരു ലാൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ലാൻഡ് ഒരു റെഡി ടു മൂവ് അല്ലെ റെഡി ടു സെൽ എന്ന രൂപത്തിലേക്ക് ആക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പാർട്ട്നേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നുള്ളൂ. അവിടെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ശതമാനം റിസ്ക് എലമെൻറ്റ്സ് കുറയുകയാണ് ചെയ്യുന്നത്. ക്രൈറ്റർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 12% റിട്ടേൺസ് ഇല്ലാത്ത ഒരു പ്രോജക്റ്റിലേക്കും ഞങ്ങൾ അപ്രോച്ച് ചെയ്യില്ല. ഞങ്ങളുടെ ഒരു സിസ്റ്റം വർക്ക് ഇത്രയും പ്രൊഫഷണലായിട്ടൊരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളത് ഞങ്ങൾ അവിടെ തന്നെ കട്ട് ചെയ്യും. ആ ഒരു സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒക്കെ ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്താണ് ബിസിനസ്? അതിൻ്റെ ട്രാൻസ്പെറൻസി, അതായത് നമ്മൾ പീസ് ഓഫ് മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നമ്മളെടുത്ത് അവരുടെ ഒരു വെൽത്ത് അല്ലെങ്കിൽ അവരെ ഒരു പൈസ കൊണ്ട് തരുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു ലോ ഓഫ് ദ ലാൻഡ് പാലിച്ച് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ തന്നെയും അതിനൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലാണ് ഞങ്ങൾ പ്രോജക്റ്റുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ ഇൻവെസ്റ്ററായിട്ട് വരാനെങ്കിൽ മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടോ? അത് പ്രോജക്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര ഒരു പ്രോജക്റ്റിൻ്റെ ക്യാപിറ്റലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ അലോട്ട് ചെയ്യും. അതായത് ഇതുവരെയുള്ള ഒരു പ്രോജക്റ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് പറയാൻ പറ്റുമോ? ഉണ്ട്. 25 lakhs വരുന്നുണ്ട്, 50 lakhs വരുന്നുണ്ട്. ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ഒരു ഹൈ ടിക്കറ്റ് സൈസാണ് കൂടുതലും ആളുകൾ ഞങ്ങളെ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഞങ്ങളുടെ പ്രോജക്റ്റുകൾക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സാണ് കൂടുതലും ഉണ്ടാവാറ്. കൂടുതൽ NRIs ആണോ നമ്മുടെ നിക്ഷേപകരായിട്ട് വരുന്നത്, അതോ നമ്മുടെ നാട്ടിലുള്ള? ബോത്ത് എല്ലാവരും ഉണ്ട്. എല്ലാ സെക്ടറിൽ നിന്നും ഉണ്ട്. ഈവൻ സ്റ്റുഡൻസ് വരെ ഞങ്ങൾക്ക് ഇത് ശരിക്കൊരു സർവീസും കൂടെയാണ്. ഞങ്ങൾ ചെയ്യുന്ന ഒരു സർവീസും കൂടെയാണ്. ഞങ്ങൾ പ്രോപ്പറായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, പല ബിസിനസ് ചെയ്യുന്ന ആളുകളും അവരെ ബിസിനസ്സിൽ എക്സലൻസ് ഉണ്ടാവും, അവർക്ക് സർപ്ലസ് ഉണ്ടാവും. ചില ആളുകൾ പ്രൊഫഷണൽസ് ആയിരിക്കും, അവർക്ക് വേറൊന്നും ചെയ്യാൻ അറിയില്ല. അതായത് ഒരു ബിസിനസ്സിൽ ഒരു 1 CR ഒരാളെ കയ്യിലുണ്ട്, ആളിന്ന് എന്ത് ചെയ്യും? ഇന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് പ്രോപ്പറായിട്ട് കോമ്പറ്റ് ചെയ്യാൻ കഴിയില്ല, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ടീമിനെ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഇത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു ടീമിനാണ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ഇൻഡിവിജ്വൽസിന് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്, എസ്പെഷ്യലി കറൻറ്റ് സിനാരിയോയിൽ. നമ്മൾ വലിയ വലിയ കമ്പനീസുമായിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കോമ്പറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം പോരാ, അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ക്യാപിറ്റൽ വേണം, ഫണ്ട് വേണം. അതൊക്കെ തരുന്ന ആളുകൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് നമുക്കുണ്ട് എല്ലാ കമ്പനീസിനും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ബിൽഡ് ടുഗെദർ എന്നാണ്. ഗോ ടുഗെദർ, ഗ്രോ ടുഗെദർ, ഗ്ലോ ടുഗെദർ. ഒരുപാട് വിഷണറീസിന് അപ്പോൾ നമുക്ക് കാണാൻ പറ്റട്ടെ ക്രൈറ്റർ ഗ്രൂപ്പ് പുതിയ ഉയരങ്ങളിലേക്ക്. തീർച്ചയായിട്ടും ഞങ്ങളാ പ്രോജക്റ്റ് ഒരു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ഒരു 15 വർഷം 20 വർഷം കഴിയുമ്പോൾ ഞങ്ങളെ പ്രോജക്റ്റിലുള്ള ആളുകൾ എസ്പയറിംഗ് വിഷണറീസ് ആണെങ്കിൽ അവർ വിഷണറി ആയിരിക്കും. ഇനി വിഷണറി ആയ ആളുകളാണെങ്കിൽ അവർ ഒരുപാട് വലിയ സക്സസ്സും അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഞങ്ങൾ കാണാൻ പോകും. അത് ഉറപ്പായിരിക്കും. Thank you so much. Thank you so much for Dhanam.